Hi all, welcome to One's Coaching. ഇന്ന് നമ്മൾ ലീനിയർ ആൾജിബ്ര എന്ന് പറഞ്ഞ സെക്ഷനിൽ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ ഐഗൻ വാല്യൂസിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഐഗൻ വാല്യൂസ് എന്ന് പറയുമ്പോൾ മെട്രിക്സിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കതിൻ്റെ കുറച്ച് റിസൾട്ട്സും ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഈസി ആയിട്ട് ആൻസർ ചെയ്യുന്നെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇനി നമുക്കെങ്കിൽ ഈ വീഡിയോയിലേക്ക് പോകാം. Eigenvalues. See, eigenvalues are defined for matrices. Usually in question paper you can see either the matrix is 2 by 2 or 3 by 3. അതുപോലെ ഒരു 2 by 2 മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് 2 by 2 മെട്രിക്സിന് 2 ഐഗൻ വാല്യൂസ് ആണ് ഉള്ളത്. അതുപോലെ if the matrix is a 3 by 3 then it has 3 eigen values. Sometimes the eigen values may be repeated. അതൊക്കെ ആ മെട്രിക്സിന്റെ നേച്ചർ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഐഗൻ വാല്യൂസ് ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഐഗൻ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യനിലൂടെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ഒരു 2 by 2 മെട്രിക്സ് കൺസിഡർ ചെയ്യുക. സപ്പോസ് എ ഇസ് മെട്രിക്സ് 1 4 2 3. അപ്പൊ ഇതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്കൊരു മെട്രിക്സ് എ ഉണ്ടെങ്കിൽ അതിന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് സപ്പോസ് ലാംഡ വാല്യൂസ്. അപ്പൊ ഐഗൻ വാല്യൂ ലാംഡ കണ്ടുപിടിക്കുന്നത് ഐഗൻ വാല്യൂസ് ആർ ദി സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. See, this equation is known as characteristic equation and this equation is determinant a minus lambda equal to 0. അപ്പോൾ eigen values കിട്ടാൻ വേണ്ടി determinant a minus lambda equal to 0 അത് നിങ്ങൾ ആ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂസ് കിട്ടും. ഇതാണ് അതിന്റെ ഐഗൻ വാല്യൂസ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഐഗൻ വാല്യൂസ് കിട്ടുന്നതിന് വേണ്ടി ഡിറ്റർമിനന്റ് a minus lambda കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ്. ഈ എ മൈനസ് ലാംഡായി കിട്ടുന്നതിന് വേണ്ടി ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് ലാംഡ സബ്ട്രാക്ട് ചെയ്യുക, ബാക്കി എലമെന്റ്സ് എല്ലാം അതുപോലെ കീപ്പ് ചെയ്യുക. അപ്പൊ ഈ ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡായി എന്ന് പറയുന്നത് 1 മൈനസ് ലാംഡ 4 2 3 മൈനസ് ലാംഡ. ഇനിയും ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാം. സേ ദിസ് ഡിറ്റർമിനന്റ് ഈസ് 1 മൈനസ് ലാംഡ ഇൻറ്റു 3 മൈനസ് ലാംഡ മൈനസ് 8. See, next you consider the characteristic equation. Its characteristic equation is determinant a minus lambda equal to 0. That is 1 minus, നമ്മളിപ്പം determinant a minus lambda calculate ചെയ്തു. അപ്പോൾ ഇതാണ്. അപ്പോൾ this is 1 minus lambda into 3 minus lambda minus 8 equal to 0. ഇത് ലാംഡയിലുള്ള ഒരു ഇക്വേഷൻ ആണ്. മെട്രിക്സ് എയുടെ ഓർഡർ 2 ആണെങ്കിൽ ഈ ഇക്വേഷൻ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. മെട്രിക്സ് എയുടെ ഓർഡർ 3 ആണെങ്കിൽ ഇത് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3 മൈനസ് ലാംഡ മൈനസ് 3 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 8 ഈക്വൽ ടു 0. ഒരു സെക്കൻഡ് ഡിഗ്രി ആണ്. ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ഡിഗ്രി ടേം എഴുതുന്നു. അത് കഴിഞ്ഞ് ലാംഡ ടേം മൈനസ് 4 ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്യുക. അപ്പൊ ലാംഡ വാല്യൂസ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് -5 സം 4. പ്രോഡക്റ്റ് -5 സം 4 ആകുമ്പോൾ നമ്പേഴ്സ് 5 - 1. പ്രോഡക്റ്റ് -5 സം 4. So lambda values this. So eigen values of the matrix A are 5 and -1. അതുപോലെ നമ്മളിവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ്. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഷോർട്ട്കട്ട് മെത്തേഡ് ഫോർ എനി 2 by 2 മെട്രിക്സ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞു 2 by 2 മെട്രിക്സിന് 2 ഐഗൻ വാല്യൂസ് ആണ്. സോ ദിസ് ഇസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ആണ് ലാംഡ സ്ക്വയർ മൈനസ്, ഇനിയും ലാംഡയുടെ കോഎഫിഷ്യന്റ് ഇതാണ് ഇക്വേഷൻ. ഇതിൽ ഇതെന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിൽ എഴുതുന്നത് ഇതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ട്രേസ് എ ആയിരിക്കും. ഇവിടെ ഡിറ്റർമിനന്റ് എ ആയിരിക്കും. ട്രേസ് ഓഫ് എ മെട്രിക്സ് ഈസ് ഇറ്റ്സ് ഡയഗണൽ സം. So this equation is, say the 2 by 2 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ യൂസ് ചെയ്യേണ്ട ടെക്നിക്ക് ഇതാണ്. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ ട്രേസ് എ എന്ന് പറയുന്നത് ഡയഗണൽ സം ഇറ്റ് ഈസ് 4 ലാംഡ. Here determinant of this matrix is 3 minus 8, that is -5. So determinant is -5. നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയ ഇക്വേഷൻ ലാംഡ സ്ക്വയർ -4 ലാംഡ -5 ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ദ ഷോർട്ട് കട്ട് വേ ഓഫ് റൈറ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ 2 by 2 മെട്രിക്സ്. എന്നിട്ട് അത് സോൾവ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻസ് ആർ ഇറ്റ്സ് ഐഗൻ വാല്യൂസ്.
യൂഷ്വലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2/2 അല്ലെങ്കിൽ 3/3 മെട്രിക്സ് ആണ് വരുന്നത്. നമുക്കിനി അടുത്ത ഒരു 3/3 മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് നോക്കാം. We have the matrix 4 2 minus 2 2 5 0 minus 2 0 3. അപ്പോൾ ഇതിന്റെ ഡയറക്റ്റ് മെത്തേഡ് ഡിറ്റർമിനൻറ്റ് a minus lambda I equal to 0 എന്ന് പറഞ്ഞ ഇക്വേഷനെ സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഈ a മൈനസ് ലാംഡ എഴുതാൻ ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് മാത്രം ലാംഡ സബ്ട്രാക്ട് ചെയ്യുക, ബാക്കി എലമെന്റ്സ് എല്ലാം അതുപോലെ കീപ്പ് ചെയ്യുക. സോ ഡിറ്റർമിനൻറ്റ് 4 മൈനസ് ലാംഡ 2 മൈനസ് 2 2 5 മൈനസ് ലാംഡ 0 മൈനസ് 2 0 3 മൈനസ് ലാംഡ. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് റോ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാം. 4 മൈനസ് ലാംഡ ഇൻറ്റു 4 minus lambda into 5 minus lambda 3 minus lambda minus 0 minus 2 into 3 minus lambda minus 0 minus 2 into 2 5 minus lambda equal to 0. See, for a 3/3 matrix, it has 3 eigenvalues. So, the corresponding degree of the characteristic equation is a third degree. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പം ലാംഡ ക്യൂബ് നെക്സ്റ്റ്. അപ്പം നമ്മൾ ടേംസ് അറേഞ്ച് ചെയ്യേണ്ടത് ലാംഡ ക്യൂബിന്റെ ടേംസ്, അടുത്ത ലാംഡ സ്ക്വയർ ലാംഡ അതേപോലെ അറേഞ്ച് ചെയ്യുക. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ലാംഡ ക്യൂബ് മൈനസ് 12 ലാംഡ സ്ക്വയർ പ്ലസ് 39 ലാംഡ മൈനസ് 28 ഈക്വൽ ടു 0. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആകണം, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഇക്വേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇക്വേഷൻ കിട്ടും. ആൻഡ് ദിസ് ഈസ് ഇസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി നിങ്ങൾ ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യാൻ സി ഇറ്റ്സ് എ തേർഡ് ഡിഗ്രി. സോ യു ഫൈൻഡ് 3 നമ്പേഴ്സ് whose sum is 12 minus plus minus whose product is 28. You find 3 numbers whose sum is 12 and product is 28. Numbers ഏതൊക്കെയാ? 1 4 7 1 4 7. ഇനിയും ഇവിടെയും ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാൽക്കുലേഷനിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റാം. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഷോർട്ട് കട്ട് മെത്തേഡ് ഇതാണ്. See, if matrix is 3/3, characteristic equation is a third degree equation. So you start with the lambda cube. ഇനിയും assigning alternating sign, here plus sign, next minus sign, then here coefficient is tracing, next plus sign, next coefficient of lambda, let it be delta. Next minus, it is here determinant A. See, this is the shortcut method of writing characteristic equation of a 3/3 matrix. അപ്പോൾ ഇവിടെ trace A എന്ന് പറയുന്നത് sum of diagonal entries, that is 12. ഇവിടെ ഡെൽറ്റ ഞാൻ യൂസ് ചെയ്തത്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ sum of minors of diagonal elements. ഡയഗണൽ എലമെന്റ്സിന്റെ മൈനേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ എല്ലാം കൂടെ സം എടുക്കുക. ഇപ്പൊ ഡയഗണൽ എലമെന്റ്സ് 4 5 3, 4ന്റെ മൈനർ കണ്ടുപിടിക്കാൻ യു ഇഗ്നോർ ദ റോ ആൻഡ് കോളം കണ്ടെയ്നിങ് 4. റിമൈനിങ് ഡിറ്റർമിനന്റ് ഈസ് ഇറ്റ്സ് മൈനർ. സോ 4ന്റെ മൈനർ 15 ആണ്. നമുക്ക് സം ഓഫ് മൈനേഴ്സ് ഓഫ് ഡയഗണൽ എൻട്രീസ് ആണ്. അപ്പൊ 5ന്റെ മൈനർ, 5നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഇഗ്നോർ ചെയ്യുക. അപ്പൊ അതിന്റെ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 minus 4, that is 8. അടുത്ത 3യുടെ മൈനർ എന്ന് പറഞ്ഞാൽ 3യെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഇഗ്നോർ ചെയ്യുക. റിമൈനിങ് ഡിറ്റർമിനന്റ്, that is 20 minus 4, that is 16. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. അത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 39 കിട്ടും. 39 ലാംഡ മൈനസ്, ഇനി നിങ്ങൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. യു ക്യാൻ സീ ഇറ്റ്സ് ഡിറ്റർമിനന്റ് ഈസ് 28. അപ്പോൾ ആ ഡിറ്റർമിനന്റ് ഇവിടെ പ്ലേസ് ചെയ്യാം. See, this is the characteristic equation of this given matrix. നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് മൈനസ് 12 ലാംഡ സ്ക്വയർ പ്ലസ് 39 ലാംഡ മൈനസ് 28 ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യാൻ ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഐഗൻ വാല്യൂസ്. ഇനിയും
ഈ ഐഗൻ വാല്യൂസ് കിട്ടിയത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഐഗൻ വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് ട്രേസ് എ ആയിരിക്കും, ഐഗൻ വാല്യൂസിന്റെ പ്രോഡക്റ്റ് ഡിറ്റർമിനന്റ് എ ആയിരിക്കും. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കിട്ടിയ ഐഗൻ വാല്യൂസ് കറക്റ്റ് ആണ്. അതാണ് ചെക്ക് ചെയ്യുന്ന ഒരു മാർഗം. ഇപ്പൊ ഇവിടെ സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുമ്പം 12, ട്രേസ് 12, product of eigenvalues 28. If you calculate determinant A, you can see determinant A is 28. So the eigenvalues are correct. Previous question le നമ്മളുടെ eigenvalues 5 minus 1. അത് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ട്രേസ് നോക്കുക. ട്രേസ് is 4. Sum of eigenvalues is 4. അതേപോലെ ഡിറ്റർമിനന്റ്, ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ 1 into 3 minus 4 into 8 minus 5. See the product of the eigenvalues minus 5. അപ്പോൾ അതൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമുക്കിത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ഇനി ഇതുപോലെ അപ്പോൾ ഇവിടുത്തെ ഐഗൻ വാല്യൂസ് ഇത് സോൾവ് ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു 147 എന്ന് കിട്ടും. ചില സമയത്ത് ഐഗൻ വാല്യൂസ് റിപ്പീറ്റഡ് ആകാം. അപ്പം ഞാൻ ഒരു മെട്രിക്സ് തരാം. യു കൺസിഡർ ദിസ് മെട്രിക്സ് 2 2 1 1 3 1. ഇതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇത് ഷോർട്ട് കട്ട് വെച്ച് എഴുതുക. എന്നിട്ട് യു സോൾവ് ഇറ്റ്. നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻസ് കിട്ടും. സൊല്യൂഷൻസ് ലാംഡ എന്ന് പറയുന്നത് 115. അപ്പൊ ഇവിടെ ഐഗൻ വാല്യൂസ് റിപ്പീറ്റഡ് ആണ്. അതിൽ ഇത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. സം ഓഫ് ഐഗൻ വാല്യൂസ് 7 ആണ്. അത് നമ്മുടെ ട്രേസ് ആണ്. അതേപോലെ യു ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ്. അത് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കും. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് അപ്പം ഇതാണ് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ്. പക്ഷെ നമ്മുടെ ഗേറ്റ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലർക്ക് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. ചില ഷോർട്ട് കട്ട്, ചില റിസൾട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഈ ഇടയ്ക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഐഗൻ വാല്യൂസിൽ നമുക്ക് കുറച്ച് റിസൾട്ട്സും കൂടി അറിയണം. അപ്പൊ ആ റിസൾട്ട്സ് ആണ് അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പം ഈ റിസൾട്ട്സ് ഞാൻ ഒരു 3x3 മെട്രിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. Suppose A is a 3x3 matrix. So A has 3 eigenvalues. Suppose the eigenvalues are lambda 1, lambda 2, lambda 3. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് പ്രോപ്പർട്ടീസ് ഓൾറെഡി മെൻഷൻ ചെയ്തു. അതായത് സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്ന ഫസ്റ്റ് റിസൾട്ട് സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ട്രേസ് എ ആണ്. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ഡിറ്റർമിനന്റ് എ ആണ്. നെക്സ്റ്റ് റിസൾട്ട് ഇപ്പൊ എയുടെ ഐഗൻ വാല്യൂസ് ആണ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3. ദെൻ ഐഗൻ വാല്യൂസ് ഓഫ് എ സ്ക്വയർ. എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് എഴുതാൻ നമുക്ക് എയുടെ ഐഗൻ വാല്യൂസ് ഉണ്ട്. എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് എഴുതാൻ വേണ്ടി എ സ്ക്വയർ എന്ന് പറഞ്ഞ മെട്രിക്സ് കൺസിഡർ ചെയ്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഒരു റെഡിമെയ്ഡ് റിസൾട്ട് ഉണ്ട്. എയുടെ ഐഗൻ വാല്യൂസ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3 ആണെങ്കിൽ എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് ലാംഡ 1 സ്ക്വയർ, ലാംഡ 2 സ്ക്വയർ, ലാംഡ 3 സ്ക്വയർ. അതുപോലെ എ ക്യൂബിന്റെ ഐഗൻ വാല്യൂസ് ലാംഡ 1 ക്യൂബ്, ലാംഡ 2 ക്യൂബ്, ലാംഡ 3 ക്യൂബ് ആയിരിക്കും. ഇൻ ജനറൽ വി ക്യാൻ സേ എ റൈസ് ടു എമ്മിന്റെ ഐഗൻ വാല്യൂസ് ലാംഡ 1 റൈസ് ടു എം, ലാംഡ 2 റൈസ് ടു എം, ലാംഡ 3 റൈസ് ടു എം ആയിരിക്കും. ഇനി അതുപോലെ എ ഒരു നോൺ സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ 1/a, അതായത് എ ഇൻവേഴ്സിന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എയുടെ ഐഗൻ വാല്യൂസ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3. അപ്പൊ എ ഇൻവേഴ്സിന്റെ 1/λ1, 1/λ2, 1/λ3 ആയിരിക്കും. അപ്പൊ ഈ റിസൾട്ട് നോൺ സിംഗുലാർ മെട്രിക്സിന് മാത്രമേ ഉള്ളൂ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് സിംഗുലർ മെട്രിക്സ് സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് എ 0 ആണ്. ഡിറ്റർമിനന്റ് എ 0, പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ ആണ്. സോ അറ്റ്ലീസ്റ്റ് 1 ഐഗൻ വാല്യൂ വിൽ ബി 0. അപ്പൊ ഒരു ഐഗൻ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ ഈ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഡിവിഷൻ എവിടെയെങ്കിലും ഒരിടത്ത് ഡിവിഷൻ ബൈ 0 വരും. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് അലൗഡ്. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഇൻവേഴ്സ് ഐഗൻ വാല്യൂസ് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ദിസ് റിസൾട്ട് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ നോൺ സിംഗുലാർ മെട്രിക്സസ്. നെക്സ്റ്റ് റിസൾട്ട് മെട്രിക്സ് എയുടെയും മെട്രിക്സ് എ ട്രാൻസ്പോസിന്റെയും ഐഗൻ വാല്യൂസ് സെയിം ആണ്. സോ ഐഗൻ വാല്യൂസ് ഓഫ് എ ട്രാൻസ്പോസ് ആർ, എയുടെ ഐഗൻ വാല്യൂസ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3. അപ്പൊ എ ട്രാൻസ്പോസിന്റെ ഐഗൻ വാല്യൂസ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3. So you keep in your mind eigenvalues of lambda and eigenvalues of A and A transpose are same. ഇതുപോലെ ഒരു റിസൾട്ട് മെട്രിക്സിലുണ്ട്. Determinant of A and determinant of A transpose are same.
അടുത്ത റിസൾട്ട് ഐഗൻ വാല്യൂസ് ഓഫ് അഡ്ജോയിന്റ് എ. അഡ്ജോയിന്റ് എയുടെ ഐഗൻ വാല്യൂസ്, what is A ഇൻവേഴ്സ്? A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ ആണ്. അപ്പോഴ് അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞാൽ A ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് എ, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് എ ബൈ എ. അപ്പൊ അഡ്ജോയിന്റ് എയുടെ ഐഗൻ വാല്യൂസ് ഇത് വെച്ചിട്ട് ഓർത്തിരിക്കാം. ഇറ്റ് ഈസ് ഡിറ്റർമിനന്റ് എ ബൈ ലാംഡ 1, ഡിറ്റർമിനന്റ് എ ബൈ ലാംഡ 2, determinant A by lambda 3. See, these are the eigen values of adjoint A. ഇനി അടുത്ത റിസൾട്ട് നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് അറിയാം. ഞാൻ വേറൊരു മെട്രിക്സ് കൺസിഡർ ചെയ്യാം, എ മൈനസ് സം കെ ഇൻറ്റു ഐ. ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു, എ മൈനസ് കെ ഐ. എയുടെ ഐഗൻ വാല്യൂസ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3 ആണെങ്കിൽ എ മൈനസ് കെ ഐയുടെ ഐഗൻ വാല്യൂസ് ലാംഡ 1 മൈനസ് കെ, ലാംഡ 2 മൈനസ് കെ, ലാംഡ 3 മൈനസ് കെ ആയിരിക്കും. ഇനി ഒരു റിസൾട്ടും കൂടിയുണ്ട്, ഐഗൻ വാല്യൂസ് ഓഫ് ഡയഗണൽ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആൻഡ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആർ ഇറ്റ്സ് ഡയഗണൽ എൻട്രീസ്. ഇപ്പം ഡയഗണൽ മെട്രിക്സിന്റെയും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും ഐഗൻ വാല്യൂസ്, സോ സി വിതൗട്ട് എനി കാൽക്കുലേഷൻ you can write its eigenvalues just by looking into the matrix. Its eigenvalues are its diagonal entries. അതാണ് അടുത്ത റിസൾട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡയഗണൽ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു. ഡയഗണൽ മെട്രിക്സ് 4 1 2. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എൻട്രീസ് ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആകണം. സി ദിസ് ഇസ് എ ഡയഗണൽ മെട്രിക്സ്. ഇതിന്റെ ഐഗൻ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡയഗണൽ എൻട്രീസ് 4 1 2. ഇനി ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു, 2 0 0. Say this is a lower triangular matrix. Since it is lower triangular matrix, its diagonal entries are its eigenvalues. So its eigenvalues are 2 1 minus 1. അപ്പോൾ ഇത്രയും റിസൾട്ട്സ് അറിഞ്ഞു വെച്ചേക്കാം. ഇനി ഒരു രണ്ട് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം ഗേറ്റ് എക്സാമിന് വന്നിട്ടുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ ഇതാണ്, ദ മെട്രിക്സ് എം ഈസ് ഡിഫൈൻഡ് ആസ്, നമ്മുടെ എം എന്ന് പറഞ്ഞ മെട്രിക്സ് 1 3 4 2 has eigenvalues 5 and minus 2. The matrix Q is defined as, അപ്പോൾ നമുക്ക് എം എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഐഗൻ വാല്യൂസ് 5 minus 2. Q എന്ന് പറഞ്ഞൊരു മെട്രിക്സ് Q ഈസ് എം ക്യൂബ് മൈനസ് 4m സ്ക്വയർ മൈനസ് 2m. അപ്പൊ ഇതാണ് Q. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ദ ഐഗൻ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് Q? അപ്പൊ നമുക്ക് മെട്രിക്സ് എമ്മിന്റെ ഐഗൻ വാല്യൂസ് നോൺ, ഇറ്റ്സ് ഗിവൺ. See, given that 5 minus 2 are the eigenvalues of M, we have to find the eigenvalues of Q. Q എന്ന് പറയുന്നത് m ക്യൂബ് മൈനസ് 4m സ്ക്വയർ മൈനസ് 2m. അപ്പൊ നമുക്ക് റിസൾട്ട്സ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ആ റിസൾട്ട് യൂസ് ചെയ്ത് വേഗം ഇതിന്റെ ഐഗൻ വാല്യൂസ് എഴുതാൻ പറ്റും. അല്ലാതെ ഇപ്പൊ ക്യൂവിന്റെ ഐഗൻ വാല്യൂസ് എം ക്യൂബ്, എമ്മിന്റെ ക്യൂബ് കണ്ടുപിടിക്കുക, ദെൻ എം സ്ക്വയർ, ദെൻ മൈനസ് 4m സ്ക്വയർ, ഇങ്ങനെ ഈ കോമ്പിനേഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് കിട്ടും. ആ കോമ്പിനേഷൻ എടുക്കാൻ തന്നെ കുറച്ച് സമയം പോകും. എന്നിട്ട് ആ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കണ്ടെത്തിയാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനേക്കാൾ എളുപ്പം ഇപ്പൊ എമ്മിന്റെ ഐഗൻ വാല്യൂസ് 5 മൈനസ് 2. അപ്പൊ എം ക്യൂബിന്റെ ഐഗൻ വാല്യൂസോ, എമ്മിന്റെ ഐഗൻ വാല്യൂസ് 5 മൈനസ് 2. അപ്പൊ എം ക്യൂബിന്റെ ഐഗൻ വാല്യൂസ് എങ്ങനെ വരും? 5 ക്യൂബ് 125 മൈനസ് 2 ക്യൂബ് ദാറ്റ് ഈസ് മൈനസ് 8. എം സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസോ 25 4. ഇനി ഇവിടെ ഒരു ഹിയർ 4m സ്ക്വയർ ആണ്. ഇപ്പൊ 4m സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 116. അടുത്ത 2mന്റെ ഐഗൻ വാല്യൂ, എമ്മിന്റെ ഐഗൻ വാല്യൂസ് ഇതാണ്. അപ്പൊ 2mന്റെ ഐഗൻ വാല്യൂസ് 10 മൈനസ് 4. ഇതാണ്. അപ്പൊ നമ്മുടെ ക്യൂവിന്റെ ഐഗൻ വാല്യൂസ്, ക്യൂ എന്ന് പറയുന്നത് എം ക്യൂബ് മൈനസ് 4m സ്ക്വയർ മൈനസ് 2m. അപ്പൊ 125 മൈനസ് 100, അപ്പൊ 25 മൈനസ് 10 15. അടുത്തത് ഇവിടെ മൈനസ് 8 മൈനസ് 16, അപ്പൊ മൈനസ് 24, then minus 24,
-2m. -2m എന്ന് പറയുമ്പോൾ +4 -20. So eigenvalues of Q are 15 and -20. അപ്പോൾ ഇവിടെ which of the following are the eigenvalues? അപ്പോൾ 15 ആൻസർ ആണ്, -20 ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് മെട്രിക്സ് എ ഈസ് എ 3x3 മെട്രിക്സ് ഹൂസ് വൺ ഐഗൻ വാല്യൂ ഈസ് 0. ദെൻ എ ഈസ് an orthogonal മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സ്, സിംഗുലർ മെട്രിക്സ്, നോൺ സിംഗുലർ മെട്രിക്സ്. അപ്പൊ നമുക്ക് മെട്രിക്സ് എയുടെ ഒരു ഐഗൻ വാല്യൂ തന്നിട്ടുണ്ട് 0. Since A is a 3x3 matrix, it has 3 eigenvalues given that one of its eigenvalue is 0. We know product of the eigenvalue is its determinant. അപ്പം ഡിറ്റർമിനന്റ് A എന്തായിരിക്കും? പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ്. അല്ല, ഒരു ഐഗൻ വാല്യൂ 0 ആണ്. അപ്പൊ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എത്രയായിരിക്കും? 0. സോ വാട്ട് ഈസ് ഡിറ്റർമിനന്റ് A? ഡിറ്റർമിനന്റ് A is 0. ഡിറ്റർമിനന്റ് A 0 ആയിട്ടുള്ള മെട്രിക്സിന്റെ പേരാണ് സിംഗുലർ മെട്രിക്സ്. സോ A is a സിംഗുലർ മെട്രിക്സ്. സാധാരണ നമ്മുടെ ഗേറ്റ് ക്വസ്റ്റ്യൻസിൽ ഐഗൻ വാല്യൂസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ ഓരോരോ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ റിസൾട്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ അതിൻ്റെ ആ പാറ്റേൺ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അധികം കാൽക്കുലേഷൻസ് ഇല്ലാതെ നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. താങ്ക് യു ഓൾ.